ഞാനിപ്പോൾ ഉള്ളത് ഗ്യാപ്പ് റോഡിലാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിൽ നിന്ന് ദേവികുളത്ത് നിന്ന് പൂപ്പാറയിലേക്ക് പോകുന്ന ഭാഗം, അതായത് ബൈസൺ വാലിയിലേക്ക് തിരിഞ്ഞിറങ്ങുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ഉള്ളത്. അതിന് തൊട്ട് ചേർന്നാണ് കൂറ്റൻ മല ഇടിഞ്ഞ് റോട്ടിലേക്ക് പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഭീകരമായ ദൃശ്യങ്ങൾ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്ര കണ്ട് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഈ റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഈ റോഡിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴ്ഭാഗത്തായി ഒന്ന് രണ്ട് ചെറിയ വീടുകളുണ്ട്. അവിടേക്കൊന്നും ചെന്നിട്ടില്ല എന്നുള്ള അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. ഈ റോഡൊന്ന് ഗതാഗതയോഗ്യമാക്കണമെങ്കിൽ ഇനി ഒരുപക്ഷെ ആഴ്ചകൾ വേണ്ടിവരും എന്ന അവസ്ഥയിലാണ്. അത്ര കണ്ട് വലിയ പാറക്കല്ലുകളാണ് ഈ മലമുകളിൽ നിന്ന് ഈ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മലമുകളിൽ നിന്ന് നീർച്ചാലുകൾ നിരവധിയായി ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മലയിടിച്ചൽ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും ഈ ഗ്യാപ്പ് റോഡിന്റെ വിവിധ ഇടങ്ങളിൽ മലയിടിച്ചൽ സാധ്യത നിലനിൽക്കുകയാണ്. അത്ര കണ്ട് നീർച്ചാലുകളാണ് ഈ മലമുകളിൽ നിന്ന് ഒഴുകി താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടേക്ക് ഇപ്പോൾ മാറ്റാൻ പോലും കഴിയില്ല. കാരണം ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് സുരക്ഷിതമായി ഇത് പൊട്ടിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതും അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കല്ലുകൾ മാറ്റാൻ കഴിയാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത്ര കണ്ട് ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഗ്യാപ്പ് റോഡിനെ സംബന്ധിച്ചാൽ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പാറക്കല്ലുകളും മണ്ണും ഇങ്ങനെ ഇടിഞ്ഞ് താഴത്തേക്ക് പതിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ മണ്ണിടിച്ചൽ എന്നതിനപ്പുറത്തേക്ക് വലിയ മല ഇടിഞ്ഞ് താഴത്തേക്ക് പതിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിനോടൊപ്പം വരുന്നത് കൂറ്റൻ പാറക്കല്ലുകളാണ്. ഇത്തരത്തിൽ ഏതാണ്ട് ഇത് 6ാമത്തെ മലയിടിച്ചിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ റോഡിൽ. ഇതിന് തൊട്ട് അപ്പുറത്തുള്ള ഭാഗത്തായിരുന്നു കഴിഞ്ഞ വർഷം മലയിടിച്ചിൽ ഉണ്ടായത്. എന്തായിരുന്നാലും അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ വഴി സഞ്ചരിക്കുന്നതിന് എല്ലാ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇവിടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കറിയാം റോഡിലൂടെയാണ് ഇപ്പോൾ ഈ നീർച്ചാല ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഭീകരമായ ഒരു സാഹചര്യം ഇവിടെയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അടിയന്തരമായി തന്നെ ഇത് നീക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമായ കാര്യമല്ല. എന്തായിരുന്നാലും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. മറ്റ് പല ഇടങ്ങളിലും ഇത്തരത്തിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിൽ ഈ ശക്തമായി പെയ്ത ഏതാണ്ട് ഇന്നലെ രാത്രി 5 മണി മുതൽ ഇന്ന് രാവിലെ 10 മണി വരെ അതിശക്തമായ മഴയാണ് പെയ്തത്. ആ സമയത്തിനുള്ളിൽ വിവിധയിടങ്ങളിൽ മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളും ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്.